നിന്റെ അമ്മ കാണുന്ന കണ്ണിലൂടെ അല്ല ഞാൻ എന്റെ മക്കളെ കാണാറ്. എനിക്ക് അച്ഛന്റെ കാശൊന്നും വേണ്ട, തീർന്നല്ലോ. എന്നാൽ എനിക്ക് തരാനുള്ള 50 ലക്ഷം രൂപ എന്താണ്? എന്നിട്ട് എന്റെ കാശ് വേണ്ടെന്ന് പറ. അല്ല അതിപ്പോ അതാണ് എന്താ മറുപടി ഇല്ലേ? അവൻ പോയി നമ്പറോട്ട് ഇറങ്ങിയിരിക്കുക. ചില്ലറ വേണോ അത്രേ? പോയി എന്നെ ജോലി നോക്കണം. വേണ്ട വേണ്ട, ഞാൻ ശ്രുതിയോട് കാശ് മേടിച്ചോളാം. അതാ നിനക്ക് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഇവളിത് എവിടെ പോയതാ? ശ്രുതി 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 നീ പൂരി മസാല ഉണ്ടാക്കുന്നല്ലേ? നിന്നെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. പൂരി മസാല എന്ന് വെച്ചാലേ നമ്മൾ രണ്ടുപേരും തന്നെയാ. ഞാൻ പൂരി, ഈ മസാല, രണ്ടും ചേർന്നാ ടേസ്റ്റ്. വെള്ളം കുടിക്കുക പതുക്കെ, മെല്ലെ മെല്ലെ. കുറച്ചാക്കറന്ന് കൂടി ഇത് കഴിച്ചോ, ഞാൻ ഒരു പൂരിയും കൂടി എടുത്തിട്ട് വരാം. വേണം വേണം വേണം, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഞാൻ പോയി വായിട്ട് വരാം. ഒന്ന് കഴിപ്പിക്കാൻ പെടുന്ന പാട്. എന്റെ ഫോൺ കാണുന്നില്ല. ഫോൺ ഇവിടെ പോയി. എന്റെ ഫോൺ ഉണ്ടോ? ഓ, എന്താ സച്ചേട്ടാ? എന്റെ ഫോൺ കാണുന്നില്ലെന്ന്. അതെവിടെ വെച്ചെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാൻ ഇവിടെ കുത്തിയിട്ടാ. ഇവിടെ വെച്ചെങ്കിൽ അവിടെ തന്നെ കാണും, അല്ലെങ്കിൽ ഇപ്പൊ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കാണും. കുടിക്കുന്നവരല്ലെങ്കിലും ഇങ്ങനെയാ, പതിയെ പതിയെ ഓർമ്മശക്തി കുറയും. ചുമ്മാ ദേഷ്യം പിടിക്കരുത്. ഉടനെ കുടിയുടെ കാര്യത്തിൽ കയറി പിടിച്ചാ. ഞാൻ ഇവിടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തി വെച്ചാ. ചാർജ് ചെയ്യാൻ ഇവിടെ വെച്ചെങ്കിൽ അത് ഇവിടെ കാണണ്ടേ? ദേ ഹാളിൽ എങ്ങാനും കൊണ്ട് വെച്ച് കാണും. ഞാൻ നോക്കിയിട്ട് വരാം. അവിടെ കുത്തി വെച്ചാണല്ലോ. ശ്രുതി 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 ഈശ്വരാ, ശ്രുതി എന്തിനാ ഇങ്ങോട്ട് വന്നേ? ശ്രുതി അല്ല ശ്രുതി, ഞാൻ ഇവിടെ ഉള്ളപ്പോ പാലടത്ത് ഇങ്ങോട്ട് വരുവോ? അത് ശരിയാ. അല്ല എന്നാലും അവളിത് എവിടെ പോയി? അവിടെ ഫോൺ നിന്റെ ഫോൺ എന്തിനാ എനിക്ക്? എടാ, നീ ഉപയോഗിക്കുന്നതിനേക്കാൾ 20 ഇരട്ടി വിലയുള്ള ഫോണാ ഈ ബിസിനസ് ടൈക്കൂണായ ശ്രുതി ഉപയോഗിക്കുന്നത്. എന്നെ പോലുള്ളവരെ നിന്റെ ഫോൺ തൊട്ടാ കൈ കഴിയണം. ഫോൺ എടുക്കുന്നു. കുറെ സമയം എന്താ തിരക്കുന്നത്? അച്ഛാ, സച്ചേന്റെ ഫോൺ കാണുന്നില്ല അച്ഛാ. അതെന്താ എല്ലാത്തിനും കുടിച്ചിട്ടാണ്? അല്ലച്ചാ. ഫോൺ കിട്ടിയോ? ഇല്ല സച്ചേട്ടാ, നോക്കൂ. ഇതിനകത്ത് ഇവിടെ കൊണ്ടേ വെച്ചിരിക്കുന്നത്. കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ. നോക്കാം. എന്റെ സച്ചേട്ടാ, അവിടെ ഒന്നും കാണുന്നില്ല. ഫോൺ ശരിക്കും എവിടെയാ വെച്ചേ? മുറിയിൽ ചാർജ് ചെയ്യാൻ വെച്ചത് എന്റെ ഓർമ്മ. അവിടെ ഫോൺ ഇല്ലല്ലോ. എടാ, ഫോൺ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണണ്ടല്ലേ? പിന്നെ ഈ വീട്ടിലുള്ള കള്ളം കയറി. എന്നാലും ഒരു 500 രൂപ ഇപ്പൊ ആരോടാ ചോദിക്കുക? ചേട്ടാ, ഇതിലേക്ക് ശ്രുതി ഇത് ഇവിടെ പോയതാണ്. ഇത് ആരും അടിച്ചു മാറ്റിയതാ. പിന്നെ അടിച്ചു മാറ്റാൻ പറ്റിയ വലിയ ഫോണല്ലേ അത്? അല്ല, ഈ വീട്ടിലുണ്ടല്ലോ ഒരു കള്ളൻ. ഞാനോ? ഇവൻ തന്നെ അവൻ ഫോൺ എടുത്തെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി എല്ലാം കൂടി എന്റെ കയ്യിൽ വെച്ചോ. അച്ഛാ, ഞാൻ ഇവന്റെ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞതല്ലേ? എനിക്കെന്തിനാ നിന്റെ ഫോൺ? അല്ലെങ്കിൽ തന്നെ ഞാനൊരു ബിസിനസ് മാൻ അല്ലേ? എന്റെ സ്റ്റാഫ് ഉപയോഗിക്കുന്ന ഫോൺ പോലും നിന്റെ പൊട്ട ഫോണിനെക്കാളും കൂടിയതാ. കഷ്ടകാലത്തിന് എല്ലാം കൂടി എന്നെ കയ്യിലാണോ വന്ന് കയറുന്നത്? അവന്റെ ഫോണിലേക്കൊന്ന് വിളിച്ചേ. അച്ഛൻ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. അതിന് ചാർജ് കുറവായിരുന്നു. ചിലപ്പോ ഓഫായി കാണും. ഓഫായ ഫോൺ അന്വേഷിച്ച് നടക്കുന്നത് മാനേജറിനെ വെറുതെ കള്ളനാക്കാൻ വേണ്ടി. ശ്രുതി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ ഈ വീട് മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി. ഞാൻ ടെറസിലുണ്ടായിരുന്നു, തുണി ഉണങ്ങാനിടാൻ പോയതാ. ടെറസിലോ? ഞാൻ നിന്നെ ഒന്ന് നോക്കിയിരുന്നല്ലോ. അത് പിന്നെ ഞാൻ കുറച്ചു സമയം മീരെ ഫോൺ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പുറകിലൂടെ ഞാൻ ടെറസിൽ കയറിയത്. അങ്ങനെ പറ. അപ്പൊ നീ പുറകിലൂടെ കയറിയപ്പോ ഞാൻ മുന്നിലൂടെ ഇറങ്ങി. അതെ അതെ, അതാണ് നമ്മള് കാണാതെ പോയത്. ഞാൻ ചുമ്മാ വെറുതെ തെറ്റിദ്ധരിച്ചു. ശരിയേ. ഓക്കെ ഓക്കെ. അപ്പൊ അല്ലെ ശ്രുതി, ഒന്നിക്ക് അതെ, എനിക്ക് ചെറിയൊരു ഹെൽപ്പ് വേണം. അവൻ നിന്റെ ഫോണൊന്നും എടുത്തിട്ടില്ല. വെറുതെ അവനെ സംശയിക്കാതെ ഫോൺ അവിടെ വെച്ചൊന്ന് ഓർത്ത് തപ്പിയെടുക്ക്. എവിടെ പോയി? സച്ചേട്ടൻ എവിടേക്കാ പോയേ? എവിടെയൊക്കെ നോക്കിയതാണോ? ഇവിടെ പോയി. അവിടൊക്കെ ഞാൻ നോക്കിയതാന്നേ. സച്ചേട്ടൻ എവിടെയാ ശരിക്കും ഫോൺ ചാർജ് ചെയ്യാനിട്ടെ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുത്തിയിട്ടെ. ഇവിടെ ഒന്നുകൂടെ നോക്കാൻ. ഞാൻ ചാർജർ ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് ഫോൺ ഇവിടെ പോയി. സച്ചേട്ടാ, ഫോൺ ഞാൻ അവിടെ കൊണ്ടിട്ടത്. അതറിയാതെ എങ്ങാനും തട്ടി വീണതായിരിക്കും. അതെങ്ങനെയാ? ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് കിടന്ന് ബഹളം വെക്കല്ലേ? അല്ല, ഞാൻ അവിടെ കുത്തി. സച്ചേട്ടൻ ഈയിടെയായിട്ട് നല്ല ഓർമ്മ പെശകൊണ്ടേ. കാണും, വയസ്സ് കൂടി വരല്ലേ. ഓട്ടോ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? പെട്ടെന്ന് പോവാൻ നോക്ക്. എന്നാലും ഇതെന്തൊരു മറിമായ. എന്നാലും എന്തിനാ അവൾ അങ്ങനെ പറഞ്ഞു? എനിക്ക് ശരിക്കും വയസ്സായോ? ഇവിടെ അരച്ചാ? മുറിയൊന്നും അരച്ചിട്ടില്ല. ചാർജും കയറുന്നില്ല. ഞാൻ മുറിയിലേക്ക് വന്ന് ഇതേപോലെ ചാർജിന് കുത്തി വെച്ചിട്ടല്ലേ കുളിക്കാൻ പോയത്. അതെ, അപ്പൊ തിരിച്ചു വരുമ്പോഴും അവിടെ തന്നെ കാണണ്ടേ? അപ്പൊ എങ്ങനെ അതിന്റെ ഇടയിൽ വന്നു? പ്രിയ എവിടെ? കാണുന്നില്ലല്ലോ. ഹലോ പ്രിയ, എവിടെ? അകത്തുണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം. പ്രിയ, സോറി, ഞാനൊരു അല്പം ലേറ്റ് ആയിപ്പോ. കറക്റ്റ് ടൈമാ. അല്ല, എന്താ പെട്ടെന്ന് വിളിച്ചേ? ഹോട്ടലിലേക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടോ? അതെ, നമ്മുടെ ഹോട്ടലിലെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തണം. ഈ പ്ലേറ്റ്സ്, കപ്സ് എല്ലാം പഴയ മോഡലാ. അതെ, അതൊക്കെ മാറ്റണം. പുതിയത് വാങ്ങിക്കാം നമുക്ക്. ഈ പ്ലേറ്റിലും കപ്പിലൊക്കെ എന്തിരിക്കുന്നു? ഫുഡ് നന്നായി പോരെ? നമ്മുടെ വീട്ടിലെങ്ങനെ മതിയായിരിക്കും, പക്ഷെ ഹോട്ടലിൽ അങ്ങനെ പോരാ. കസ്റ്റമേഴ്സ് കാണുന്നതെല്ലാം നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. മടുപ്പിക്കാത്ത ആംബിയൻസ് വേണം. ഈ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ ഓൺലൈനിൽ അറിഞ്ഞേ. ഇവിടെ ഒത്തിരി വെറൈറ്റി ഡിസൈൻസിലുള്ള പ്ലേറ്റ്സും കപ്സും ഒക്കെ ഉണ്ട്. അതാ പിന്നെ ഇവിടേക്ക് വന്നേ. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? കുറച്ച് പ്ലേറ്റ്സും കപ്സും വേണം. ആ സൈഡിലേക്ക് വരും. ആ സൈഡിലുണ്ട്. ഓക്കെ, ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓക്കെ, ഇതെങ്ങനെയുണ്ട്? കളർ വലിയ സുഖമില്ല, വേറെ നോക്കാം. ഇതെങ്ങനെയുണ്ട്? അല്ല, ഇത് ചെറിയ പ്ലേറ്റ് അല്ലേ? എല്ലാ ഹോട്ടലിലും മുതിർന്നവർക്ക് കൊടുക്കുന്ന പ്ലേറ്റ് തന്നെയാ കുട്ടികൾക്കും കൊടുക്കുന്നത്. നമ്മുടെ ഹോട്ടലില് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ പ്ലേറ്റ് തന്നെ കൊടുക്കാം. ഇതെങ്ങനെയുണ്ട്? ഡിസൈൻ കൊള്ളാം. കൊള്ളാല്ലേ? ഇതോ?
ഓക്കെ മാഡം എന്താ വേണ്ടത്? ഒരു കുക്കർ വേണമായിരുന്നു. വരും മാഡം. പ്രിയ ഇത് നോക്കി, ഇത് കൊള്ളാം അല്ലേ? കളർ വലിയ സുഖമില്ല, വേറെ നോക്കാം. കളർ കൊള്ളില്ലല്ലേ? എന്നാ പിന്നെ തന്റെ കളർ നോക്കിയാലോ? പോ ശ്രീകാന്ത്. അത് കൊള്ളാം. നല്ല സെലക്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞത് വേണ്ടല്ലേ? അപ്പൊ ഇതോ? ആ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും സെർവ് ചെയ്യാൻ ഇത് നല്ലതല്ലേ? ഓ യാ, ഞാൻ തന്നെ വിചാരിച്ചേ. നമ്മുടെ മണപ്പുറത്ത് കണ്ടോ? ഇവനെന്താ ഇവിടെ? ഇത് ഏതാ ഈ പെണ്ണ്? ആ അതാ കണ്ടോ? മണപ്പുറത്ത് കണ്ടോ? അവനെ തൊട്ടും കൈപ്പിടിച്ചൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. ഈ ഡിസൈൻ കൊള്ളാല്ലേ? വേറെ കളർ ഉണ്ടോ നോക്കാം. ഹായ് ആന്റി. ആന്റി എവിടെ? ഞാനിവിടെ വരുമെന്ന് നീ കരുതിയില്ലല്ലേ? ഞാനേ ആദ്യമായിട്ട് എവിടെ വരുന്നേ. അപ്പൊ പിന്നെ ആന്റി ഇവിടെ വരുമില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആന്റിയെ കുറിച്ച് ചിന്തിച്ചില്ല. അപ്പോഴല്ലേ? അല്ല, ആന്റി എന്ത് വാങ്ങിക്കാൻ വന്നേ? ഞാനൊരു കുക്കർ വാങ്ങാൻ വന്നതാ. നീ എന്താ ഇവിടെ? ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലില് ഈ പ്ലേറ്റുകളും കപ്പളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നേ. അതിന് നീ ഇവിടുത്തെ ഷെഫല്ലേ? ഇതൊന്നും നിന്റെ പണിയല്ലല്ലോ. ആന്റി, ഈ ഹോട്ടൽ നടത്തുന്ന ആള് പറയുന്ന കേട്ടാലേ പറ്റും. ഇതൊരു ജോലിയായിട്ടൊന്നും കാണണ്ട, ചെറിയൊരു ഹെൽപ്പ് അത്രേ ഉള്ളൂ. ശ്രീകാന്ത്, ഇതെങ്ങനെയുണ്ട്? ആ ഇത് കൊള്ളാം. ആന്റി, ഇത് പ്രിയ, ഹോട്ടൽ ഓണറാ. ഓണറല്ല, ഓണേഴ്സ് ഡോട്ടർ. പ്രിയ ഇതിന്റെ മദറിലോയാ. ഓ ഹായ്. ഹായ് ഹായ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ആക്ച്വലി ശ്രീകാന്ത് ഇസ് വെരി സ്വീറ്റ് ആൻഡ് ടാലന്റഡ് പേഴ്സൺ. ആന്റിയുടെ ഡോട്ടർ എന്തിനൊക്കെയാ ശ്രീകാന്തിന് പോലും ഒരു ഹസ്ബൻഡ് അല്ലേ കിട്ടിയേ? ആന്റി, പ്രിയ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറഞ്ഞാൽ പുകഴ്ത്തും. പ്രിയ എന്നെക്കാളും ടാലന്റ്. ഓ നോ. ആന്റി വേണേ കണ്ടോ, വൈകാതെ തന്നെ ഹോട്ടലിന് നിരവധി ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യും. ഓ നോ. പക്ഷേ എനിക്ക് ഒരു ദുഃഖമുണ്ട്. നീ ഒരാളല്ലേ ഉള്ളൂ, എല്ലാ ബ്രാഞ്ചസിലും കാണില്ലല്ലോ. സാരമില്ല, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ചിറകൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാ ബ്രാഞ്ചസിലും കൂടെ പറന്ന് നടക്കാം. ശ്രീകാന്ത്, ഇനി നമുക്ക് കുറച്ച് കപ്സ് നോക്കാം. ടൈം കളയണ്ട, വാ നോക്കാം. ആന്റി ശരി എന്നാ, ആന്റി കുക്കർ നോക്കാം. എന്തോ പന്തികേട് മണക്കുന്നുണ്ടല്ലോ. പക്ഷേ നീ എവിടെ ഉള്ളത്? എനിക്ക് നിന്നോട് അർജന്റ് സംസാരിക്കണം. ഞാൻ അങ്ങോട്ട് വരാം. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? എന്താ സംസാരിക്കാനുള്ളത്? സോറി ഉഷ, അല്പം ലേറ്റായി പോയി. അമ്മയൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ട വൈകിയത്. പക്ഷെ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് സർ? ഇപ്പൊ സുഖമുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിന്റെ രേവതി ചേച്ചി കണ്ടായിരുന്നു. ചില ബാൻഡേജ് അയക്കാൻ വേണ്ടി വന്നതാ. അവരുടെ ഹസ്ബൻഡിന്റെ കാറിൽ ഇവിടെ വന്നത് കേട്ടോ. ആണോ? എന്നാ ഇവിടേക്കൊന്ന് കയറാൻ പറയായിരുന്നില്ലേ? അവർ രണ്ടൊരു രേവതിന് വേണ്ടി പോണ വഴിക്ക് എന്നെ ഇവിടെ ഇറക്കിയതാ. കയറിയിട്ട് പോകാന്ന് പറഞ്ഞപ്പോ ഇറക്കുണ്ട്, പിന്നെ ഒരിക്കലാവാന്ന് പറഞ്ഞു. കാറിൽ നിന്ന് അവർ രണ്ടൊരു സംസാരം കേട്ടപ്പോ അസുഖം തോന്നിപ്പോയി. എന്തൊരു സ്നേഹമാ, സംസാരത്തിൽ പോലും തേനും പാലും. അതുകൊണ്ടല്ലേ സർ അവർക്ക് ബെസ്റ്റ് കപ്പിൾസ് അവാർഡ് കിട്ടിയത്. അപ്പൊ തുടങ്ങിയല്ലോ. ആയിക്കോട്ടെ. ആഹാ മക്കളെ, മാമാനെ ഇരിക്കുന്നില്ലമ്മേ, ഞാൻ ഇവിടെ കൊണ്ടുവിടാൻ വന്നതാ. നല്ല സമയത്താ വന്നേ. പോകുന്ന വഴി എന്നെ ഹോസ്പിറ്റലിൽ ഇറക്കിയത്. ജോലിക്ക് പോകുന്ന സമയം ഓടിയത്. എന്റെ എത്ര ലേറ്റ് ആയേ? പൂ കൊടുക്കാൻ പോയതായിരുന്നു. പോണ്ടാന്ന് പറഞ്ഞവള് കേൾക്കില്ലല്ലോ. ഇങ്ങനെ എന്നും വൈകാൻ നിന്റെ ജോലി പോവേ? അതന്നെ, ജോലി ഒന്നും പോവില്ല. ഓവർ ടൈം എടുക്കുന്നുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ട് പോലും കുഴപ്പമില്ല. നിനക്കിന്ന് കോളേജ് ഉണ്ടോ? ലീവല്ലേ? ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ചേച്ചി, അതാ പോകുന്നേ. കള്ളം പറയല്ല, അതൊക്കെ പണ്ട്. ഞാൻ കോളേജിൽ തന്നെയാ പോകുന്നേ. പോയാ നിനക്ക് കൊള്ളാം. പരീക്ഷ എടുത്തു, അതിന്റെ ടെൻഷനിലായവൻ. എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാനേ ടൈം വെച്ച് പഠിക്കുന്നുണ്ട്. എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യും. നീ കണ്ടോ? നീ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് സന്തോഷം തോന്നടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ടൈമായി. പോകുന്ന വഴി ഞാൻ നിന്നെ അങ്ങോട്ടാക്കാം. വേണ്ട സച്ചേട്ടാ, എനിക്ക് ബൈക്ക് ഉണ്ട്. ഇത് വെച്ചോ. വേണ്ട ചേച്ചി, എന്റെ കയ്യിലുണ്ട്. വൈക്കടാ. ശരി ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ. ചെല്ല്. ഇപ്പോഴെനിക്ക് സമാധാനമായ. എന്നും കോളേജിൽ പോകും, വൈകുന്നേരം നേരത്തെ വീട്ടിൽ വരും. രാത്രി ഒരു 12 മണി വരെ പഠിക്കും. കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റും പഠിക്കും. അവൻ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അമ്മേ. ആന്റണിയുടെ കൂടെ കൂടിയതിനു ശേഷമല്ലേ താളം തെറ്റിയത്. ആന്റണി ആരാണെന്ന് അവന് മനസ്സിലായി. ഇനി ഒരിക്കലും അവൻ ആ വഴിക്ക് പോകില്ല. അവൻ എന്തായാലും പഠിച്ച് നല്ല മാർക്ക് മേടിക്കും, നല്ല ജോലിയും കിട്ടും. അങ്ങനെ സംഭവിക്കട്ടെ. വാ പോവാം. ശരി അമ്മേ. ചേച്ചി, രവി, ഞാൻ നിന്നെ കൂട്ടാൻ പറഞ്ഞോ? വേണ്ട സച്ചേട്ടാ, ഞാൻ കുറച്ച് കഴിയുമ്പോ ഇവിടെ നടന്നു. ഞാൻ ബസ്സിൽ കയറി വന്നോളാം. പിന്നെ അമ്മേ, ഇന്ന് മീൻകറി ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ മോന് ഇഷ്ടപ്പെട്ട മുളകിട്ട മീൻകറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സാധാരണ ഉച്ചയ്ക്ക് വാ, കഴിച്ചിട്ട് പോവാം. ഇപ്പൊ എന്തായാലും വേണ്ട, സമയമില്ല. ഇല്ലെങ്കിൽ വയറ് നിറച്ചുണ്ടാനെ. ഇനിയിപ്പം ഇവക്ക് വയറ് അരച്ചു കൊടുക്ക്. ഞാൻ പോയിട്ട് വരാം. ശരി ശരി. അമ്മേ, ഞാൻ വന്നത് എന്നൊരു കാര്യത്തിനാ. ഇത് വെച്ചോ. എനിക്ക് വേണ്ട മോളെ, അത്യാവശ്യത്തിന് ചെലവിനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇത് വയ്ക്കാനല്ലേ ഞാൻ പറഞ്ഞേ, ഇത് തരാനാ ഞാൻ വന്നേ. ഇനി കാശ് തരാനായിട്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. എങ്ങനെയെങ്കിലും പെട്ടെന്നൊരു മുറി കെട്ടാൻ നോക്ക്. എന്റെ അമ്മ, അതൊക്കെ സമയമാകുമ്പോ നടക്കും. അമ്മയുടെ മുഖത്ത് ഇത്രയും സന്തോഷം അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. മോശം കാലമൊക്കെ കഴിഞ്ഞു, ഇപ്പൊ നല്ല കാല. എന്റെ 3 മക്കളും ഇപ്പൊ നല്ല സന്തോഷത്തില. അതിന്റെ സന്തോഷം ഈ അമ്മയുടെ